ശബരിമല സ്വർണ്ണക്കൊള്ളയും അഴിമതി ആരോപണങ്ങളും സർക്കാരിനെ വരിഞ്ഞു മുറുക്കുന്ന ഈ സമയത്ത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കുള്ള ചുട്ട മറുപടിയായിട്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടകയിലെ ഒഴിപ്പിക്കലും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ പോലും പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാണിച്ചു. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ 48 മണിക്കൂറിനകം പുനരധിവസിപ്പിക്കാൻ തീരുമാനമെടുത്ത ഇന്ത്യയിലെ ഏക സർക്കാർ കർണാടകയിലേതാണ്. 15 ലക്ഷം രൂപയുടെ വീടുകൾ നൽകി പാവപ്പെട്ടവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്ന ഈ പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇതിനെയാണ് മുഖ്യമന്ത്രി ബുൾഡോസർ രാജ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് എന്നതാണ് KCയുടെ വാക്കുകൾ. അതുപോലെ കർണാടകയിലെ നിയമപരമായ നടപടികളെ പോലും സാമുദായികവൽക്കരിക്കാനാണ് കേരള മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. UPയിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്തപ്പോൾ ഒരു CPM നേതാവ് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി ആളെ വിടുകയാണ്. ഇത് വെറും രാഷ്ട്രീയ നാടകമാണ് എന്നും മുഖ്യനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് KC പറയുകയാണ്. മറ്റൊരു കാര്യം എന്തെന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വന്തം പാർട്ടിക്കാർ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ആ വാർത്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ കർണാടകയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിലാക്കാമെന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ട്. അടൂർ പ്രകാശിനെ ബലിയാടാക്കാൻ നോക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും പയറ്റുന്നത്. പാവപ്പെട്ടവരോട് കാരുണ്യം കാണിക്കുന്ന കർണാടക മാതൃകയെ അധിക്ഷേപിക്കുന്നതിന് പകരം സ്വന്തം സർക്കാരിന്റെ അഴിമതികൾക്ക് മറുപടി പറയുകയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നെല്ലാം KC പറയുന്നുണ്ട്. മുഖ്യനെതിരെ ശബ്ദമുയർത്തുന്ന KC വേണുഗോപാലിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ ഇവരെ വൈകിപ്പിച്ചത്? എനിക്ക് അതിനകത്ത് മനോസങ്കടം തോന്നുന്ന ഒരു വല്ല പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലെ ഒഴിപ്പിക്കലും UPയിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു അത്. കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെയുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 48 മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല. അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റാണ് ആ ഗവൺമെന്റ്. അത് പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അതിലകത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ്? അതും സാമുദായികവൽക്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസ്താവന നടത്തി. എന്റെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജ് നടത്തിയപ്പോ CPM നേതാക്കന്മാരൊന്നും UPയിൽ പോയി സന്ദർശിച്ചിട്ടില്ലല്ലോ. അവിടെ സന്ദർശിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കർണാടകത്തിലേക്ക് ധൃതി പിടിച്ചു പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. കർണാടക സർക്കാർ ചെയ്ത് കൃത്യമാണ്. നിയമപരമായ ഒഴുക്കൽ നടപടി എടുക്കും. അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം. അതുകൊണ്ട് 15 ലക്ഷം രൂപയുടെ വീടുകളാണ്. അതിൽ 1.5 ലക്ഷം രൂപ അവർ ഒഴുക്കേണ്ട ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുന്നത്. അവരിപ്പോൾ താമസിക്കുന്നതിനൊക്കെ കൂടി നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്, മോഡലാണ്. പക്ഷേ അനധികൃത കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ UP മോഡൽ ബുൾഡോസർ രാജാക്കി ചിത്രീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ക്വിക്ക് ആക്ഷൻ! എന്തൊരു ആക്ഷനായിരുന്നു അത്! BJPയെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അതും. അപ്പൊ അവർ നടത്തുന്ന കർണാടകത്തിൽ നടത്തുന്ന സമാനമാണോ? ഇത് തെറ്റായ കാര്യമാണോ എന്ന് ഞങ്ങൾ പറയാനായിരുന്നു.